ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ +2 എക്സാമിന് വരുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങളെ തേടി എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോ. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പബ്ലിഷിംഗ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രിന്റിംഗ് ടെക്നിക്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഇൻ പബ്ലിഷിംഗ്. അതായത് ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസ്, പബ്ലിഷിംഗിലുള്ള ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. അതായത് എന്താണ് PDF, എന്താണ് DTP, ഇവയുടെ എക്സ്പാൻഷൻ എന്താണ്, അതുപോലെ DTP സോഫ്റ്റ്വെയർസ് എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു വേർഡ് പ്രോസസ്സേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ഇൻ റൈറ്ററിലെ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ലിബ്രോഫീസ് റൈറ്റർ വാട്ട് ആർ ദ പേജ് ഓറിയന്റേഷൻ. ലിബ്രോഫീസ് റൈറ്ററിൽ പേജ് ഓറിയന്റേഷൻ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഹൗ ദ ഡോക്യുമെന്റ് അപ്പിയേഴ്സ് ഇൻ ദോസ് ഓറിയന്റേഷൻ. ഡോക്യുമെന്റിൽ എങ്ങനെയൊക്കെ അറിയാം, ആ ഒരു ഓറിയന്റേഷനിലെ ഡോക്യുമെന്റ് എങ്ങനെയാണ് കാണപ്പെടുന്നത്, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് പേജ് ഓറിയന്റേഷൻ. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, പേജ് ഓറിയന്റേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കീ യൂസ്ഡ് ഫോർ നാവിഗേഷൻ. നാവിഗേഷനിൽ ഉപയോഗിക്കുന്ന കീ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓഫ് എ ഡോക്യുമെന്റ് ആൻഡ് ലിസ്റ്റ് ഓഫ് ദ സ്റ്റെപ്സ് ടു ഇൻക്ലൂഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ എ റൈറ്റർ ഡോക്യുമെന്റ്. അതായത് എന്താണ് ഹെഡർ എന്നും എന്താണ് ഫൂട്ടർ എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഹെഡറും ഫൂട്ടറും ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ക്രിയേറ്റിംഗ് പ്രൊഫഷണൽ ഡോക്യുമെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മെയിൽ മെർജ് ആൻഡ് റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് ഇൻ മെയിൽ മെർജ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് മെയിൽ മെർജ് എന്നും അതുപോലെ തന്നെ മെയിൽ മെർജ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്സ് ഓഫ് ഗ്രാഫിക്സ് ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ എ റൈറ്റർ ഡോക്യുമെന്റ്. റൈറ്റർ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഗ്രാഫിക്സ് ഏതെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് TOC ഓഫ് എ ഡോക്യുമെന്റ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് TOC എൻട്രീസ് ആൻഡ് TOC പേജ്. അപ്പോൾ എന്താണ് ഒരു ഡോക്യുമെന്റിലെ TOC എന്ന് പറയുന്നത്, അതുപോലെ തന്നെ TOC എൻട്രീസും TOC പേജൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണെന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ വെബ് ടെക്നോളജി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് CSS ഇൻ എ വെബ് പേജ്. അതായത് ഒരു വെബ് പേജിൽ CSS ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കണ്ടെയ്നർ ടാഗ് ആൻഡ് MD ടാഗ് വിത്ത് എക്സാമ്പിൾസ്. അതായത് എന്താണ് കണ്ടെയ്നർ ടാഗ്, എന്താണ് MD ടാഗ് എന്നും അവയുടെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്നും അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് വെബ് പേജ് എന്നും അതിൻ്റെ കമ്പാരിസണും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് ആൻഡ് ഫോണ്ട് ടാഗ്. ബോഡി ടാഗിൻ്റെയും ഫോണ്ട് ടാഗിൻ്റെയും ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ HTML കോഡ് ടു ക്രിയേറ്റ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് വെബ് പേജ്. ഒരു ടേബിൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു വെബ് പേജ് തന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള HTML കോഡ് തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് ആൻഡ് ടാഗ്സ് ഇൻ HTML. അതായത് HTML ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ലിസ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ വിവിധ തരത്തിലുള്ള ടാഗുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫോം ടാഗ്, ഫ്രെയിം ടാഗ്, ഇൻപുട്ട് ടാഗ്, ടേബിൾ ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഫോം ടാഗ് എന്ന് മനസ്സിലാക്കിയിരിക്കണം, എന്താണ് ഫ്രെയിം ടാഗ്, എന്താണ് ഇൻപുട്ട് ടാഗ്, അതുപോലെ എന്താണ് ടേബിൾ ടാഗ് എന്നും അവയുടെ ആട്രിബ്യൂട്ട്സും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻഷിയേറ്റ് ഫ്രെയിം ടാഗ് ആൻഡ് ഫ്രെയിം സെറ്റ് ടാഗ്. അപ്പം ഫ്രെയിം ടാഗും ഫ്രെയിം സെറ്റ് ടാഗും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, അതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് സെൽ സ്പേസിംഗ് ആൻഡ് സെൽ പാഡിംഗ്. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ CSS ചോദിക്കാം. അവയുടെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സെലക്ടേഴ്സ് യൂസ്ഡ് ഇൻ CSS. അപ്പോൾ എന്താണ് CSS എന്ന് പഠിക്കണം, അവയുടെ മേന്മകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ CSSൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള സെലക്ടേഴ്സ് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ആഡ് എ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ടു എ വെബ് പേജ്. എക്സ്പ്ലെയിൻ വിത്ത് അപ്രോപ്രിയേറ്റ് ടാഗ്സ്. അതായത് ഒരു വെബ് പേജിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന വിവിധ മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള ടാഗ്സ് ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത് കൂടാതെ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ സിൻടാക്സ് ഓഫ് സ്റ്റൈൽ റൂൾ വിത്ത് എക്സാമ്പിൾ. അതായത് എന്താണ് സ്റ്റൈൽ റൂൾ, അതിൻ്റെ സിൻടാക്സ് എഴുതാൻ പഠിച്ചിരിക്കണം, അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th ചാപ്റ്റർ ആണ് വെബ് ഹോസ്റ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നും വെബ് ഹോസ്റ്റിംഗിന്റെ ടൈപ്സ് ഏതൊക്കെ തരത്തിലുള്ള വെബ് ഹോസ്റ്റിംഗ് ഉണ്ടെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫ്രീ ഹോസ്റ്റിംഗ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്നും ഫ്രീ ഹോസ്റ്റിംഗിന്റെ മേന്മകൾ എന്തെല്ലാമാണ്, അതുപോലെ ഫ്രീ ഹോസ്റ്റിംഗിന്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം വിത്ത് എക്സാമ്പിൾ. എന്താണ് CMS അല്ലെങ്കിൽ എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റവും അവയുടെ എക്സാമ്പിളും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ എന്താണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്നും FTP ക്ലയന്റ് സോഫ്റ്റ്വെയറിന്റെ റോള് പങ്ക് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ കമ്പയർ ഷെയർഡ് ഹോസ്റ്റിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. അതായത് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്താണ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് 8th ചാപ്റ്റർ ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മെറിറ്റ്സ് ആൻഡ് കമ്പോണൻസ്. അപ്പോൾ എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ മേന്മകൾ, മെറിറ്റ്സ് എന്തെല്ലാമാണ്, കമ്പോണൻസ് ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ എന്താണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്നും ഡേറ്റ അബ്സ്ട്രാക്ഷൻ്റെ വിവിധ ലെവൽസുകൾ ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ റിലേഷണൽ ഓൾജിബ്ര ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. എന്താണ് റിലേഷണൽ ഓൾജിബ്ര എന്നും റിലേഷണൽ ഓൾജിബ്രയുടെ ഓപ്പറേഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നോക്കി വെച്ചിരിക്കുക, കമ്പയർ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്, അതുപോലെ എന്താണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്നും അവ തമ്മിലുള്ള കമ്പാരിസൺ, അവ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 9th ചാപ്റ്റർ ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കൺസ്ട്രെയിൻസ് ഇൻ SQL, കമ്പയർ കോളം കൺസ്ട്രെയിൻ ആൻഡ് ടേബിൾ കൺസ്ട്രെയിൻസ്. എന്താണ് കൺസ്ട്രെയിൻസ് എന്നും SQL കൺസ്ട്രെയിൻസ് എന്താണെന്നും അതുപോലെ തന്നെ കോളം കൺസ്ട്രെയിനും ടേബിൾ കൺസ്ട്രെയിനും തമ്മിലുള്ള കമ്പാരിസണും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് SQL ആൻഡ് ഡേറ്റ ടൈപ്സ് ഓഫ് SQL. അപ്പം SQLിലെ കമ്പോണൻസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ SQLിലെ ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ SQL സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ ഗിവൻ. ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനനുയോജ്യമായിട്ടുള്ള SQL സ്റ്റേറ്റ്മെന്റ് എഴുതാനും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്.